ഗണപതി മിത്താണെന്ന നേതൃത്വം പറയുമ്പോൾ ഗണേശോത്സവം സംഘടിപ്പിച്ച് CPM. പാലക്കാട് മുണ്ടൂർ മീനങ്ങാടാണ് CPMുകാർ ചേർന്ന ഗണേശോത്സവം നടത്തിയത്. ചെഗുവേര ചിത്രവും വെള്ളക്കൊടിയും ഒക്കെയായി ഗണപതി വിഗ്രഹ നിമജ്ജന ഘോഷയാത്ര നടത്തുകയായിരുന്നു അവർ. ശാസ്ത്ര സാങ്കേതിക രംഗം വികാസം പ്രാപിക്കുന്നു മാത്രമല്ല, സയൻസിനെ മിത്തുകൾ കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു. പാഠപുസ്തകങ്ങൾക്കകത്ത് ശാസ്ത്രത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം മിത്തുകളെ പ്രോത്സാഹിപ്പിക്കുന്നു. അതിന്റെ ഭാഗമാണ് വിമാനം കണ്ടുപിടിച്ചത് ആര് എന്ന ചോദ്യത്തിന് റൈറ്റ് ബ്രദേഴ്സ് എന്ന് എഴുതിയാൽ ഉത്തരം തെറ്റാവുന്നതും ഹിന്ദുത്വ കാലം എന്ന് എഴുതിയാൽ ശരിയാകുന്നതും. പ്ലാസ്റ്റിക് സർജറി മെഡിക്കൽ സയൻസിൽ ഒരു പുതിയ കണ്ടുപിടുത്താണ്. ഇവിടെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് പ്ലാസ്റ്റിക് സർജറി നേരത്തെയുള്ള ഹിന്ദുത്വ കാലത്തെയുള്ളതാണ്. Who was the first plastic surgery baby? ഉത്തരം മനുഷ്യന്റെ ശരീരവും ആനയുടെ മുഖവുമുള്ള ഗണപതിയാണ്. ഇങ്ങനെയുള്ള സയൻസിന്റെ സ്ഥാനത്ത്, ശാസ്ത്രത്തിന്റെ സ്ഥാനത്ത് മിത്തുകളെ പ്രോത്സാഹിപ്പിക്കുന്നു. മറ്റേ ദൈവത്തിന്റെ കാര്യം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഏക ദൈവത്തിന്റെ ഒരു പ്രത്യേക തലമാണ് മുസ്ലിം കൈകാര്യം ചെയ്യുന്നത്. ഇവിടെ 1008 എത്ര ലക്ഷക്കണക്കിന് ഹിന്ദുക്കളുടെ ദൈവങ്ങളില്ലേ? അതിന് ഓരോന്നിനെ എടുത്തിട്ട് പറഞ്ഞാൽ ഇത് മിത്താണോ, ഇത് മറ്റേ ദൈവികമാണോ എന്ന് പറയാൻ സാധിക്കില്ലല്ലോ. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും സ്പീക്കർ ഷംസീറും ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്: ഗണപതി മിത്താണ്, ഹൈന്ദവ പുരാണങ്ങൾ കെട്ടുകഥയാണ്. എന്നാൽ നേതൃത്വം ഗണപതിയെ മിത്തെന്ന് വിശേഷിപ്പിച്ച് ഹൈന്ദവ വിശ്വാസത്തെ അപമാനിക്കുമ്പോഴാണ് പാലക്കാട് മുണ്ടൂരിൽ CPMുകാർ ഗണേശോത്സവ നിമജ്ജന ഘോഷയാത്ര നടത്തിയത്. ചെഗുവേര ചിത്രവും വെള്ളക്കൊടിയുമൊക്കെയായാണ് ഗണേശ വിഗ്രഹ നിമജ്ജന ഘോഷയാത്ര നടത്തിയത്. മുണ്ടൂരിലെ 8ാം വാർഡ് മീനങ്ങാട് നിന്നും ആരംഭിച്ച യാത്രക്കൊടുവിൽ പറളിപ്പുഴയിൽ വിഗ്രഹം നിമജ്ജനം ചെയ്തു. കഴിഞ്ഞ 28ാം തീയതിയാണ് പരിപാടി നടന്നത്. നേരത്തെ പാലക്കാട് ചിറ്റൂരിലും CPM ഗണേശോത്സവം നടത്തിയിരുന്നു. ചിറ്റൂർ 5ാം മൈലിലാണ് പരിപാടി നടത്തിയത്. ഗണേശ ചിത്രം ആലേഖനം ചെയ്ത ചുവന്ന കൊടി പിടിച്ചായിരുന്നു പരിപാടി. മെട്ടുക്കടവ് മുതൽ നിലമ്പതി വരെ യാത്ര നടത്തി ശോകനാശിനി പുഴയിൽ നിമജ്ജനം ചെയ്തു. CPM ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ അന്ന് പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. ശബരിമലയിൽ മാലയിട്ട് ദർശനം നടത്തിയ കേഡറുകളോടും ഗുരുവായൂരിൽ ദർശനം നടത്തിയ ദേവസ്വം മന്ത്രിയോടും ഉൾപ്പെടെ വിശദീകരണം ചോദിച്ചിട്ടുള്ള CPM മുണ്ടൂർ പോലുള്ള ഒരു സ്ഥലത്ത് ഇത്തരം പരിപാടി സംഘടിപ്പിച്ചതിൽ വലിയ വിമർശനങ്ങളും ഉയരുന്നുണ്ട്. വിശ്വാസം കൊണ്ടല്ല, മറിച്ച് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഹിന്ദുക്കളുടെ വോട്ട് തട്ടിയെടുക്കാൻ വേണ്ടിയാണ് CPM ഗണേശോത്സവം സംഘടിപ്പിച്ചത് എന്നുള്ളതാണ് പ്രധാനമായും ഉയരുന്ന വിമർശനം. അതേസമയം വിഷയത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഷംസീറിനും ഉൾപ്പെടെ എന്താണ് പറയാനുള്ളത് എന്നാണ് അറിയേണ്ടത്. അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.